എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൽ കാണിക്കുന്നത് നമ്മൾ പ്ലീറ്റഡ് നൈറ്റി എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നാണ്. ഇതിൽ നോക്കുക, നമ്മൾ ഷോൾഡർ കട്ട് ചെയ്തിട്ടില്ല. ഷോൾഡർ കട്ട് ചെയ്യാണ്ടാണ് നമ്മൾ ഇത് തയ്ക്കുന്നത്. അപ്പോൾ നോക്കുക, ഷോൾഡറിന്റെ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് അങ്ങനെയാണ് മടക്കിയെടുക്കുക. പിന്നെ മടക്കിയെടുത്തിട്ട് ഒരു സൈഡ് ഒരു 1/2 ഇഞ്ചോളം താഴ്ത്തിയിട്ട് നമ്മൾ ഈ സൈഡിലേക്ക് കണ്ട് ഇതുപോലെ ഒന്ന് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഷോൾഡറിന്റെ ചെരിവ് കിട്ടും ചെയ്യും. നമ്മൾക്ക് തുണി കട്ട് ചെയ്യണമില്ല, ഒറ്റയടിക്ക് പണി തീരും. ഇങ്ങനെ ചെരിച്ച് ഒരു തയ്പ്പ് തയ്ക്കുക. ഇതുപോലെ രണ്ട് സൈഡും തയ്ക്കുക. ഡബിൾ ആയിട്ട് തയ്ക്കുക, ഡബിൾ സ്റ്റിച്ചിങ് തയ്ക്കുക. രണ്ട് സൈഡും ഇതുപോലെ തയ്ക്കുക. അപ്പോൾ നമുക്ക് ആ ഷോൾഡറിന് ഒരു ചെരുവും കിട്ടി, നമുക്ക് കട്ട് ചെയ്യാണ്ട് പണി തീരും ചെയ്തു. അപ്പൊ ആ ഭാഗം വിട്ടു പോയിരുന്നത് നമുക്ക് പേടിക്കും വേണ്ട. എന്നാൽ ഷോൾഡറിന് അത്യാവശ്യം ഷോൾഡറിന്റെ ജോയിന്റ് പോലെ തന്നെ നമുക്ക് സേഫ്റ്റി ആയിട്ട് കനം കിട്ടും ചെയ്യും. ഇതൊക്കെ നൈറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ബാക്കിയുള്ളതിൽ ഇത് പ്രയോഗിക്കാതിരിക്കുക. ഇത് കണ്ടിട്ട് കുർത്തിയോ അല്ലെങ്കിൽ മറ്റേ ബ്ലൗസുകളുടെ ഇതിലൊന്നും ഇത് ചെയ്യരുത്. ഇത് നൈറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യണ കാര്യം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇനി നമുക്കിതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഇത് ഷോൾഡർ ജോയിന്റ് ചെയ്തു. ഇനി അടുത്ത പണി നമുക്ക് ഇതിൽ നെക്ക് ഫിറ്റ് ചെയ്യുക. നെക്ക് ഞാൻ പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ തന്നെ നമുക്കിതിൽ വേറെ തുണി ഒന്നും എക്സ്ട്രാ കിട്ടില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ ബാക്ക് നെക്ക് ചെയ്യുന്ന പോലെയുള്ള ആ ക്രോസ് പീസ്, ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്യണമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ജോയിൻ ചെയ്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇവിടെ തയ്ക്കുകയാണ്. ഫുൾ റൗണ്ട് ഒറ്റയടിക്ക് തയ്ച്ച് തീർക്കുക. അതിന് ആദ്യം ഇതൊന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, അത് പ്രത്യേകിച്ച് പണിയൊന്നും നമ്മളിതിൽ ചെയ്യണില്ല. ഫുൾ റൗണ്ട് ഒറ്റയടി. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്കൊരു വേസ്റ്റ് ആയിട്ട് ഒരു തരി തുണി പോലും നമ്മൾ ഇതൊന്ന് കളയാണ്ടാണ് ഈ നൈറ്റി തയ്ക്കുന്നത്. കാരണം ഇത് 40 ഇഞ്ച് സൈസാണ്. അപ്പൊ നമുക്ക് ആ സൈസ് കിട്ടും വേണം. നിങ്ങൾക്ക് ചെറിയ സൈസൊക്കെയാണ് വേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് അതിന്റെ പീസുകളൊക്കെ മറ്റു തരത്തിൽ ഉപയോഗിക്കാം. ഇതിപ്പോ നമുക്ക് അതിന് തുണി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് ഈ അവസാനം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ തുടക്കത്തിൽ മടക്കി വെച്ച പോലെ തന്നെ ഒന്ന് മടക്കി വെച്ചിട്ട് തയ്ക്കണം. ഇത് മറക്കരുത്, അല്ലെങ്കിൽ നമുക്ക് ആ തുമ്പ് പുറത്ത് കാണും. അപ്പൊ ആ തുമ്പ് പുറത്ത് കാണാതിരിക്കാൻ അവിടെ എത്തുമ്പോൾ നമ്മൾ ഒന്ന് മടക്കി വെച്ച് തയ്ക്കുക. അപ്പൊ തിരിച്ച് അത് നമ്മൾ ഉള്ളിലേക്ക് മടക്കി തയ്ക്കുമ്പോൾ അത് നല്ല നീറ്റായിട്ട് ഇരുന്നോളൂ ആ ഭാഗം. ഇത് ഉള്ളിൽ നിന്ന് മടക്കി തയ്ക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ഈ ബെൻഡുകൾ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ബെൻഡ് നന്നായിട്ട് കറക്റ്റ് ആയിട്ട് വളഞ്ഞു കിട്ടും. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങോട്ട് മടക്കി അടിക്കുക. അപ്പൊ ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ വെറുതെ ഒറ്റടി അടിച്ച് തീർക്കുകയാണ് നമ്മളിത്. ഇതിൽ നമ്മൾ വേറെ ഒന്നും ഉദ്ദേശിക്കേണ്ട, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലീറ്റഡ് നൈറ്റി തയ്ക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇതിപ്പോ നമ്മൾ ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യുക. അതിൽ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിൽ കൂടെ ഒന്ന് ഡബിള് തയ്ച്ചു കൊടുക്കുക. എപ്പോഴും സ്ലീവും
സ്ലീവ് തയ്ക്കുമ്പോഴും അതുപോലെ നമ്മൾ മെയിൻ പാനൽ ജോയിൻ ചെയ്യുന്ന ഭാഗങ്ങളും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ രണ്ട് സൈഡ് ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ബോഡി ആണ് ഫിറ്റ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്പൊ നമ്മൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നേരെ നടുമടക്കുക. ഇത് ഞാൻ നടുമടക്കിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതുപോലെ നടുമടക്കുക. നടുമടക്കിയതിനു ശേഷം നമ്മൾ ഇതിന്റെ ഫ്രണ്ട് പാർട്ടിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മിഡിലിൽ നമ്മൾ പ്ലേറ്റ് ഇടണില്ല. അപ്പൊ മിഡിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത്. അപ്പൊ എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റിൽ നമ്മൾ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു 3 ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക, മടക്കി വെച്ചിട്ട്. ഈ മാർക്കിങ്ങൾ നമ്മൾ കട്ട് ചെയ്യുക. കാരണം ഇത്രയും ഭാഗം നമ്മൾ ഒഴിവാക്കി ഇടുന്നതാണ്. ഇത്രയും ഭാഗത്ത് നമ്മൾ ഈ ഞൊറി വയ്ക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം ആ സ്ലീവ് വരെയുള്ള ഭാഗത്താണ് നമ്മൾ ഫ്രണ്ടിൽ വെക്കുന്നത്. ബാക്കിൽ നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്യുക. ബാക്കിൽ നമ്മൾ നടുക്കിൽ മാത്രം വെക്കുക, രണ്ട് സൈഡിൽ വെക്കില്ല. അപ്പൊ ഈ ബാക്ക് പീസ് ഇത് ബാക്ക് വശമാണ്. ബാക്ക് വശത്ത് നമ്മൾ സ്ലീവിന്റെ അവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യും 3 ഇഞ്ച്. കാരണം ആ ഭാഗത്ത് നമ്മൾ വെക്കുന്നില്ല. പിന്നെ ഇത് രണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് ഞാൻ ചെയ്യണത് ഇങ്ങനെയാണ് എന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ നോക്കുക. നമ്മൾ ഇതിന്റെ രണ്ട് സൈഡിലും ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുക. രണ്ടെണ്ണത്തിലും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുണ്ട്, ഇത് ഫ്രണ്ട് പാനലാണ്. ഇത് നമ്മൾ ഇങ്ങനെ സെന്റർ അതിന്റെ മിഡില് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വയ്ക്കുക. അപ്പൊ ഇവിടെ ചെറിയൊരു നീള വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ട്. അത് നമുക്ക് കാര്യമാക്കേണ്ട കാര്യമില്ല. അവിടെ ഒരു പിൻകുത്ത്, അതൊക്കെ നമുക്ക് പ്ലീറ്റ് ഇടുമ്പോൾ അതിൽ അഡ്ജസ്റ്റ് ആയി പോയിക്കോളും. നൈറ്റി ആയതുകൊണ്ട് നമ്മൾ അത്ര പെർഫെക്ഷനിൽ ഒന്നും അല്ലാതെ കട്ട് ചെയ്യുന്നത്. ഇതിന്റെ സെന്റർ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുണ്ട്. ഈ സെന്റർ മാർക്ക് ചെയ്തിട്ടുള്ളടത്ത് നമ്മള് ഇവിടെ ഇങ്ങനെ കുത്തിവെക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് ആ സെന്റർ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ പറയണത്. എന്നിട്ട് നമ്മളിത് ഇവിടുന്ന് തയ്ച്ചു തുടങ്ങുക. തയ്ച്ചു തുടങ്ങി ഇതിവിടെ വന്നിട്ട് നമ്മൾ അവിടുന്ന് ആ പ്ലേറ്റ് ഇട്ട് തുടങ്ങുക. അപ്പൊ നോക്കുക, ഈ മാർക്കിങ്ങിലാണ് നമ്മൾ അത് അവസാനിപ്പിക്കുന്നത് പ്ലേറ്റ്. അപ്പൊ ഇതിൽ നോക്കുക, ഇതിൽ നമ്മൾ ഇത് വെക്കുന്നത് ഇങ്ങനെയാണ് വെക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ഉള്ളിലേക്ക് തള്ളി കൊടുക്കുകയാണ്. ഇത് അപ്പുറത്തെ സൈഡിൽ ചെല്ലുമ്പോൾ അത് നമ്മൾ തിരിച്ചാണ് വെക്കുക. ഇത് കണ്ടില്ല, ഇത് നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ നമുക്ക് കറക്റ്റ് ആയി. ഇനി നമ്മൾ സെന്റർ കഴിഞ്ഞ് അടുത്ത പോയിന്റ് വരെ അത് കറക്റ്റ് ആയിട്ട് തന്നെ അടിച്ചുകൊണ്ട് വരിക, അടുത്ത മാർക്കിംഗ് പോയിന്റ് വരെ. അപ്പോൾ ഈ മാർക്കിംഗ് പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നമ്മൾ ഈ പ്ലേറ്റ് ഇടുന്നത് നോക്കുക, നമ്മൾ തിരിച്ചാണ് ഇടുന്നത്. ഉദ്ദേശം ആ ഒരു എണ്ണം നോക്കുക അപ്പുറത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിൽ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പിൻ കുത്തണമെങ്കിൽ പിൻകുത്തി വെക്കുക. പിൻകുത്തി വെച്ചിട്ട് നമ്മൾ കണ്ടു. ഇപ്പൊ ഇവിടുന്ന് ഞാൻ ഇത് തിരിച്ചാണ് വെക്കണത്. പ്ലേറ്റ് തിരിച്ചാണ് അങ്ങോട്ടാണ് മടക്കി വെക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്നാലും നമുക്കത് വൃത്തി ഉണ്ടാവുള്ളൂ. രണ്ട് സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഇരിക്കുന്ന രീതിയിൽ. എന്നിട്ട് ആ എണ്ണം നോക്കിയിട്ട് ആ എണ്ണത്തിനനുസരിച്ച് നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് തയ്ച്ചു കൊടുക്കുക. ഇത്രയുള്ള സിമ്പിൾ ആയിട്ടുള്ള പണിയാണത്. ഇതുപോലെ തയ്ച്ചുകൊണ്ട് കൊടുക്കുക. പിന്നെ ഈ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലത്തെയുള്ള ജോയിന്റുകളൊക്കെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഡബിൾ സ്റ്റിച്ച് ചെയ്യാതെ കണ്ടു. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ ഇതിന്റെ ബാക്ക് പാനലും കൂടി ജോയിന്റ് ചെയ്യുക. കാരണം അതും കൂടി ഞാൻ അതിൽ കാണിക്കണില്ല. അപ്പൊ ഇത് നോക്കുക, നമ്മൾ ഫ്രണ്ട് ചെയ്ത് കഴിഞ്ഞു, മിഡില് ഒഴിവാക്കിയിട്ടേക്കാണ് നമ്മൾ. അപ്പോൾ ബാക്ക് ഞാൻ ചെയ്യണത് കാണിക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിക്കാം. ബാക്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ബാക്കിൽ നമ്മൾ പ്ലേറ്റ് ഇടുന്നത് സെന്ററിലാണ്. ഇതുപോലെ സെന്റർ മാർക്ക് ചെയ്യുക.
ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നിരത്തി ഇവിടെ നമ്മൾ രണ്ട് സൈഡിലേക്ക് മാറ്റി ഇടുന്നില്ല. കാരണം അത് ബാക്ക് വശം ആയതുകൊണ്ട് നമ്മൾ മറ്റേ സൈഡിലേക്ക് മാത്രം തന്നെ ഇട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ഇതുപോലെ തയ്ച്ച് ഇതും നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ആ മാർക്ക് ചെയ്തിട്ടുള്ള രണ്ട് സൈഡൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക എപ്പോഴും. അപ്പോൾ നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് പിൻകുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ ഉണ്ട് ബാക്ക് നമ്മൾ വെറുതെ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കും ഫ്രണ്ടും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ രണ്ടും അല്ല. ഫ്രണ്ട് നമ്മൾ ഇങ്ങനെ വെച്ചു, കാരണം ഫ്രണ്ടിൽ നമ്മൾ സിബ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിൽ സിബ് എങ്ങനെയാണ് വെക്കുന്നത് എന്നും കൂടി നോക്കാം. നമുക്ക് നമ്മൾ ഇത്രയും ഭാഗം കറക്റ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് സിബ് വയ്ക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഇതുണ്ട്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉള്ള ഈ പീസ് നമുക്ക് എടുത്തു വെക്കണം, നമുക്ക് സിബ് വെക്കാൻ വേണ്ടി ആവശ്യമാണ്. അപ്പൊ അതിലത്തെ ഒരു പീസാണിത്. ഇത് ഇങ്ങനെ വെക്കാറില്ല ആരും. ഇതിപ്പോ ഞാൻ ചെയ്യണത് നമുക്ക് ഒന്ന് വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ചെയ്യണത്. അപ്പൊ ഇതെടുത്തിട്ട് ഇതിന്റെ നേരെ നടുക്കൊന്ന് മാർക്ക് ചെയ്യുക. സിബിനേക്കാളും കുറച്ച് നീളം കൂടുതൽ എടുത്തിട്ട് ഇത് വെറുതെ സിബ് വെച്ച് തയ്ച്ച് അത് ഇട കട്ട് ചെയ്ത് കളയാണ് ചെയ്യുക ആൾക്കാർ, വേറെ ഒന്നും ചെയ്യില്ല. അപ്പൊ ഇത് നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനൊക്കെ ചെയ്യാകുമ്പോൾ നിങ്ങൾ ആ സിബുള്ള ഭാഗം കേട് വരാതെയും വൃത്തിയായിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇതുപോലെ സെന്റർ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ തല ഇതുപോലെ ഒന്ന് രണ്ട് മടക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇതിന്റെയും സെന്ററിൽ കറക്റ്റായിട്ട് സെന്റർ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. ഇതുപോലെ വെച്ച് ഒന്ന് പിൻ ചെയ്യുക. രണ്ട് സൈഡും പിൻ ചെയ്ത് വെക്കുക, നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ടിരിക്കാൻ. ഇതുണ്ട്. ഇനിയിപ്പോ ഈ സിബ് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ സിബിന്റെ അവസാന ഭാഗം വരുന്ന ഭാഗം നോക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. അത് ഈ ഭാഗം കണ്ടില്ല, അതിനെ തൊട്ട് താഴെ മുകളിലായിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. കാരണം തൊട്ട് മുകളിൽ അത് വെച്ചിട്ട് നമ്മൾ ആ ഇത് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ തയ്ച്ചു പോരുക. അതായത് നമ്മുടെ തയ്യൽ മെഷീന്റെ ആ പ്രഷർ ഫുട്ടിന്റെ ഒരു പല്ല് ഇട്ടിട്ട് നമ്മൾ വീതിയിൽ നമ്മൾ ഇത് എടുത്ത് തയ്ച്ചു പോരും രണ്ട് സൈഡും. അതായത് ഈ സിബിന്റെ ഇതിന്റെ നോക്കിയിട്ടുള്ള രണ്ട് സൈഡ്. നമ്മളവിടെ വന്ന് തിരിച്ച് അങ്ങോട്ട് പോവുക. ഇത് സാധാരണ ആരും നൈറ്റി റെഡിമെയ്ഡ് ചെയ്യുന്നതിൽ ആരും ചെയ്യാറില്ല. സാധാരണ സ്പീഡിൽ തയ്ച്ചു പോകാൻ വേണ്ടിയിട്ട് ഇതൊന്നും ചെയ്യാറില്ല. വെറുതെ അവിടെ സിബ് വെച്ചിട്ട് അത് കട്ട് ചെയ്ത് കളയുള്ളൂ. പക്ഷെ സ്വന്തമായിട്ട് ഉപയോഗിക്കാനൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിബിന്റെ ഒക്കെ ലൈഫ് കിട്ടും. കറക്റ്റായിട്ട് ആ സിബിന്റെ അത്രയും നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇത് വെറുതെ അങ്ങോട്ട് പിന്നിലേക്ക് മടക്കി വെക്കുക. നഖം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി വരഞ്ഞു കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് സെറ്റ് ആയിക്കോളും. കാരണം ഇതിപ്പോ നമുക്ക് അത്ര വലിയ ഇത് വരേണ്ട ഒരു സാധനമല്ല. എന്നിരുന്നാലും അത് വൃത്തിയിലിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ? ഇനി നമ്മൾ ഇതുപോലെ ഈ സിബുകൾ കയറ്റി വെച്ചിട്ട് തയ്ക്കുക. സിബിന്റെ മുകൾ ഭാഗത്ത് ഒരു ലോക്ക് ഉണ്ടാവും. അപ്പൊ ആ ലോക്കിന്റെ അവിടുന്ന് എന്റെ ഭാഗം നോക്കിയിട്ട് വെച്ചിട്ട് തയ്ക്കുക. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് തയ്ക്കുക. സിബ് ഇതൊന്നും ഇങ്ങനെ തുറന്നു വെച്ച് കൊടുക്കുക. തുറന്നു വെച്ച് കൊടുത്തിട്ട് തയ്ച്ച് തുടങ്ങിയിട്ട് തയ്പ്പ് നമ്മുടെ ഈ മൂല എത്താറാകുമ്പോൾ സിബ് ആദ്യം അങ്ങോട്ട് വെച്ചടയ്ക്കുക. എന്നിട്ട് തയ്ച്ചു പോവുക.
അപ്പോൾ ഇതുപോലെ ഇതും കൊണ്ട് അടിച്ച് തീർക്കുക കറക്റ്റായിട്ട്. ഇനി നമുക്ക് ആ സിബിന്റെ എക്സസ് ആയിട്ട് നിൽക്കുന്ന തുണികൾ ഒക്കെ കട്ട് ചെയ്ത് കളയാം. ഒക്കെ കട്ട് ചെയ്ത് കളയാം. നമ്മുടെ സിബ് അറ്റാച്ച്മെന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ആ സിബിനെ കവർ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ നേരത്തെ നമ്മൾ എടുത്ത് വെച്ച തുണിയുടെ അതുപോലെ തന്നെ ബാക്കി ഉണ്ടായിരുന്ന ഒരു പീസാണ്. അതിന്റെ ഒരു സൈഡ് ഇതുപോലെ തയ്ച്ചിക്കുകയാണ്, ഒരു സൈഡ് ഇതുപോലെ വെറുതെ തയ്ച്ചിക്കുക, നടു മടക്കിയിട്ട് ഇതുപോലെ തയ്ച്ചിക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഈ സൈഡിൽ ഇങ്ങനെ വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ആ സിബിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഇത് ഇതുപോലെയാണ് നമ്മൾ വെച്ച് തയ്ക്കുന്നത്. ഇതുപോലെ വെച്ച് തയ്ച്ച് ഇങ്ങോട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് മടക്കി തയ്ക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. ഇതിൽ ചെറിയൊരു പൈപ്പിംഗ് കൊടുക്കാം നമുക്ക് ഈ വെക്കുന്ന പീസിൽ. അപ്പോൾ അതൊരു കാരണം ഇതുമ്പോൾ വേറെ നമ്മളൊന്നും ചെയ്തിട്ടില്ല, വെറും സിമ്പിൾ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ റെഡിമെയ്ഡ് പൈപ്പിംഗ് വാങ്ങാൻ കിട്ടുന്ന ആ പൈപ്പിംഗ് ഇതുപോലെ ഇതിന്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ തയ്ക്കുക. അവിടെ താഴ്ഭാഗം വരുമ്പോൾ മടക്കി വെച്ച് അത് ആ മൂലയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മടക്കി മടക്കി വെച്ച് കൊടുത്ത് തയ്ക്കുക. ഈ പൈപ്പിംഗ് വെക്കുന്നത് ഞാൻ മുൻപേയും 1-2 വീഡിയോയില് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയൊക്കെയാണോ മടക്കി തയ്ക്കുന്നത് അതുപോലെയൊക്കെ നോക്കി ചെയ്യുക. പിന്നെ മറ്റ് നൈറ്റികൾ കാണാത്തവരുണ്ടെങ്കിൽ ആ നൈറ്റികൾ തയ്ക്കുന്ന ഇതും കട്ടിങ്ങും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും കാണുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് ഒന്നും ട്രൈ ചെയ്യരുത്. നിങ്ങൾ ഒരു 2-3 പ്രാവശ്യം കണ്ട് അതിലത്തെ പോയിന്റുകളൊക്കെ എഴുതിയെടുത്ത് അതിനുശേഷം നിങ്ങൾ അത് ചെയ്യുക. പിന്നെ മൊബൈലിലായതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് അത് മൊബൈലിൽ സേവ് ചെയ്തിടാം. രണ്ടാമത് പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതെടുത്ത് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക, അല്ലാതെ വെറുതെ നമ്മൾ ചെയ്യരുത്. ഒരു പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോയിട്ട് ഒന്നും കട്ട് ചെയ്യരുത്. ഇത് നമ്മൾ ഇവിടെ വന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ സിബിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ സിബിന്റെ ആ ജോയിന്റ് നമ്മൾ നിർത്തിയിട്ടില്ല, അതിന്റെ തൊട്ട് താഴെയായിട്ട് ഇത് നിർത്തുക. നിർത്തിട്ടൊന്ന് ക്രോസ് ആയിട്ട് തയ്ക്കുക, അതായത് അപ്പുറത്തെ സൈഡിലേക്കും കൂടി ഒന്ന് തയ്ച്ചു കൊടുക്കുക. ഇതിങ്ങനെ ഒരു 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ച്ച് നമ്മൾ അവിടെ ലോക്ക് ചെയ്ത് ഇത് നിർത്തണം. അത് നിർത്തിയതിനു ശേഷം നമ്മൾ ഇനി ഈ പൈപ്പിംഗ് മാത്രം ഇങ്ങനെ വേർതിരിച്ചു വെച്ചിട്ട് തയ്ക്കണം. അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് ആ പൈപ്പിങ്ങിന്റെ ഭാഗം മാത്രം വെച്ചിട്ട് തയ്ക്കുക. കാരണം നമ്മൾ അതുവരെ പൈപ്പിംഗ് കൂട്ടി തയ്ച്ചു. ഇനി നമുക്കിത് ഈ ഭാഗത്തേക്ക് മാത്രം വേണ്ടോ. അപ്പൊ ആവശ്യമില്ലാത്ത നീളം അവിടെ ഒന്ന് മടക്കി വെച്ച് തയ്ക്കുക. ഇതൊക്കെ നിങ്ങളുടെ യുക്തിക്ക് ചെയ്യുക ഇനിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ മെയിൻ പാർട്ടുകളാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ടാണ് പറഞ്ഞു തരേണ്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളുടെ ഇപ്പോൾ പ്ലീറ്റഡ് നൈറ്റി വിത്ത് സിബ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്ക്കുക. വളരെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി ഇതിന് നമ്മൾ 2 സൈഡും ജോയിന്റ് ചെയ്ത് ഫുൾ ഫിനിഷ് ചെയ്യാണ്. അതുപോലെ തന്നെ ആ സിബ് വെച്ചതിന്റെ അവിടെ നിങ്ങൾ ഒരു ഹുക്കും വെച്ച് കൊടുക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിക്കുക. അതിൽ ഞാൻ റിപ്ലൈകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കമന്റ് ചെയ്യുക മറക്കരുത്. അപ്പോൾ ഇത് നോക്കുക, നമ്മൾ ഫ്രണ്ടിൽ പ്ലേറ്റ് വെച്ചിട്ടുള്ളതും ബാക്കിൽ വെച്ചിട്ടുള്ള പ്ലേറ്റ് നോക്കുക എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മളെ തയ്ച്ചു കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇനി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി കറക്റ്റായി ഉള്ളവർ ഫേസ്ബുക്ക് പേജിൽ
നിങ്ങൾ ഒരു മെസ്സേജ് ആയിട്ട് ഇതിൻ്റെ ഒരു ഫോട്ടോ ഇടുകയാണെങ്കിൽ അത് എനിക്ക് വലിയ സന്തോഷകരമായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.